മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ പൊറുക്കാൻ ഒട്ടനവധി അമലുകളുണ്ട്. നമ്മളെല്ലാവരും കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട മജ്‌ലിസ് കേൾക്കുന്ന ഉമ്മമാർ, ബാപ്പമാർ തഹജ്ജുദ് പോലും മുടങ്ങാതെ കൃത്യമായി സുന്നത്തുകളും ഫർളുകളും ഒക്കെ നമസ്കരിക്കുന്നവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വുളൂ ചെയ്യുമ്പോൾ വുളൂയിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ്. വുളൂ ചെയ്യുന്ന സമയത്ത് ആ വുളൂഇന്റെ വെള്ളം നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകി പോകുമ്പോ ആ ഒഴുകിപ്പോകുന്ന വെള്ളത്തിലൂടെ അവൻ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി തരുമെന്നാണ്. അല്ലാഹു നമ്മുടെ എല്ലാവിധ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് അഫ്വ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയുമായി ചെയ്തു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഞങ്ങളോട് നീ മാപ്പാക്കണേ അല്ലാഹ്. അപ്പൊ നമ്മള് വുളൂ എടുക്കുന്ന സമയത്ത് ആ വുളൂയിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും കഴുകുമ്പോ അൽഹംദുലില്ലാഹ് വുളൂ എടുക്കുന്ന സമയത്ത് നമ്മൾ കൈകൾ രണ്ടും മുട്ടോടുകൂടെ കഴുകാറുണ്ട്. അങ്ങനെ നമ്മൾ കഴുകുന്ന സമയത്ത് നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പുറത്തു തരുന്നതാണ്. നമ്മൾ മുഖം കഴുകുമ്പോ നമ്മുടെ കണ്ണുകളെ കൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നതാണ്. നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞ ഗീബത്തുകൾ, ഫിത്നകൾ, ഫസാദുകൾ, കളവുകൾ എല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. നമ്മളതാ ചെവി തടവുമ്പോ ചെവിയിലൂടെ നമ്മൾ കെട്ടുപോയ വേണ്ടാത്തരങ്ങള്, അതേ വേണ്ടാത്ത വാക്കുകള് എല്ലാം അല്ലാഹു പുറത്തു തരും. ഇങ്ങനെ ഓരോ വുളൂഇന്റെ അവയവങ്ങൾ കഴുകുമ്പോഴും ആ അവയവങ്ങളെ കൊണ്ട് ചെയ്തു പോയ സർവ പാപങ്ങളും അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് കൃത്യമായ വുളൂ എടുത്തുകൊണ്ട് നിസ്കരിക്കണം. വുളൂ പരിപൂർണമായി എടുത്തുകൊണ്ടുള്ള നിസ്കാരമാകണം. അങ്ങനത്തെ നിസ്കാരക്കാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വുളൂ പരിപൂർണമായി എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് നല്ല രൂപത്തിലുള്ള വുളൂ എടുക്കണം. അങ്ങനെ വുളൂ എടുത്ത് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് പ്രത്യേകമായ പ്രതിഫലമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും കൃത്യമായി വുളൂ എടുക്കുന്നവരാണ്. ആ കൃത്യമായ വുളൂഇന് വലിയ പ്രതിഫലമുണ്ട്. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഒരാള് കൃത്യമായി എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് വുളൂ ചെയ്താൽ അവന് 5 പർവ്വതങ്ങൾ സാക്ഷി നിൽക്കുമെന്നാണ്. ആ വുളൂഇന് 5 പർവ്വതങ്ങൾ സാക്ഷി നിൽക്കുമെന്നാണ്. ആ 5 പർവ്വതങ്ങളും ആ വുളൂ ചെയ്ത മനുഷ്യന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ്. ഒന്നാമത്തെ പർവ്വതം അത് ജബലുന്നൂറാണ്. ജബലുന്നൂറ് എത്ര വലിയ മഹത്വമുള്ള പർവ്വതമാണ്. നമ്മളെല്ലാവരും പരിശുദ്ധമായ ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ ആ ജബലുന്നൂറ് കാണുന്നവരാണ്, അത് കയറുന്നവരാണ്. എത്ര സഹിച്ചുകൊണ്ടാണ് ആ ജബലുന്നൂർ എന്ന പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ കയറാറുള്ളത്. എത്രയോ ക്ഷീണമുള്ളവര്, പ്രയാസമുള്ളവര്, കാലിന് വേദനയുള്ളവര് പോലും ആ ജബലുന്നൂർ എന്ന പർവ്വതം കയറാറുണ്ട്. നമ്മളെല്ലാവരും ഉംറക്ക് പോകുന്ന സമയത്ത് ആ ജബലുന്നൂറിൽ കയറുന്നവരാണ്. എത്രയെങ്ങാനും കയറിയാലാണ് ആ ജബലുന്നൂറിന്റെ മുകളിലേക്ക് നമ്മൾ എത്തുക. അത്രയും വലിയ വലുപ്പമുള്ള പർവ്വതമല്ലേ ജബലുന്നൂർ. എത്രയാണ് അതിന്റെ വലുപ്പം? മണിക്കൂറുകൾ കയറുമ്പോഴല്ലേ ആ ജബലുന്നൂറിന്റെ മുകളിലേക്ക് എത്താറുള്ളത്. ഹബീബായ മുത്തുനബി തങ്ങളുടെ പാദസ്പർശമേറ്റ ജബലുന്നൂർ
പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ജബലുന്നൂർ, ആ പർവ്വതത്തിന്റെ വലുപ്പം എത്രയാണ്? ആ വലിയ വലുപ്പമുള്ള മുത്തായ തങ്ങളെ പാദസ്പർശമേറ്റ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ജബലുന്നൂർ, ആ ജബലുന്നൂർ വുദൂ പരിപൂർണമായി എടുത്തവന് നാളെ സാക്ഷി പറയുമെന്ന് ഹബീബരായ നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ ഭാഗ്യമാണ്! അതുകൊണ്ട് പരിപൂർണമായ സുന്നത്തുകൾ പാലിച്ചുകൊണ്ടുള്ള വുദൂ നമ്മൾ എടുക്കണം. ഇങ്ങനെ 5 പർവ്വതങ്ങളുണ്ട്, നീട്ടി പറയാൻ സമയമില്ല. ജബൽ അബീ ഖുബൈസ് നമ്മൾ പരിചയപ്പെട്ടതാണ്. ജബൽ അബീ ഖുബൈസ് ബദറിന്റെ ചരിത്രം പറയുമ്പോ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ജബൽ അബീ ഖുബൈസിന്റെ ആ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. ജബൽ അബീ ഖുബൈസ് വലിയ വലുപ്പമുള്ള പർവ്വതമല്ലേ? നമ്മളെല്ലാം പരിശുദ്ധമായ മക്കയിലെത്തുമ്പോ, നമ്മൾ കഅബ ശരീഫിന്റെ ആ സമീപത്തെത്തുമ്പോ അതിന്റെ പരിസരങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ജബൽ അബീ ഖുബൈസ്. എത്ര വലിയ വലുപ്പമാണ്! ആ ജബൽ അബീ ഖുബൈസ് എന്ന പർവ്വതം ഹബീബായ തങ്ങളുടെ പാദസ്പർശമേറ്റ പർവ്വതമാണ്. മുത്തുനബി കയറിരുന്ന പർവ്വതമാണ്. ആ ജബൽ അബീ ഖുബൈസ് വുദൂ പരിപൂർണമായി എടുത്തവന് നാളെ പരലോകത്തിൽ ഈ വുദൂ എടുത്തവന് സാക്ഷി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ഉമ്മമാരെ, വുദൂ എടുക്കുമ്പോ അശ്രദ്ധവാന്മാരാകരുത്. നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ ഭർത്താക്കന്മാരോട്, എല്ലാവരോടും നമ്മൾ കൃത്യമായ വുദൂ എടുക്കാൻ പറയണം. എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ടുള്ള വുദൂ. അവരെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ അത്തരക്കാരെ വിളിച്ചു പറയോ, കൈകാലുകൾ മുഖം വെളുത്തവരെ, മുഖം വെളുത്തവരെ കടന്നു വരൂ. ആ വിഭാഗം ആളുകൾ അവരുടെ മുഖം പ്രകാശിച്ചു നിൽക്കുമെന്നാണ്. അവരുടെ മുഖത്ത് വല്ലാത്ത വെളുപ്പായിരിക്കോ. എന്താണ് കാരണമെന്നറിയോ? അവർ പരിപൂർണമായ വുദൂ എടുത്തവരാണ്. അവർ മുഖം കഴുകുമ്പോ മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം ഉപയോഗിച്ച് കഴുകിയവരാണ്. മുഖം നീട്ടി കഴുകിയിൽ അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. കൈകൾ കഴുകുമ്പോ, കൈകൾ മുട്ടോടുകൂടെ കഴുകുമ്പോ അതൊരൽപ്പം നീട്ടിക്കഴുകൽ സുന്നത്താണ്. ഇങ്ങനെ കൃത്യമായ എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് വുദൂ എടുത്ത ആളുകളുണ്ടല്ലോ, അവരുടെ മുഖം പ്രകാശിച്ചു നിൽക്കോ. അല്ലാ അത്തരക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, വുദൂ എടുക്കുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വുദൂ എടുക്കൽ പ്രത്യേകമായ സുന്നത്താണ്. ഖിബിലയിലേക്ക് ആരാണോ തിരിഞ്ഞുകൊണ്ട് വുദൂ എടുക്കുന്നത് അവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ടുള്ള വുദൂ ആയിരിക്കണം. മഹാന്മാര് പ്രത്യേകം ശ്രദ്ധിച്ച കാര്യമാണ് തജ്ദീദുൽ വുദൂ. വുദൂഇനെ പുതുക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. ളുഹറിന്റെ അടുത്ത വുദൂ കൊണ്ട് വുദൂ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അസ്ർ നിസ്കരിക്കാം. മഗ്രിബിന്റെ അടുത്ത വുദൂ കൊണ്ട് വുദൂ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇശാ നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ വുദൂഇനെ പുതുക്കൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ട അജല്ലു സിർരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ അജല്ലു സിർരി റളിയല്ലാഹു അൻഹു എല്ലാ
എല്ലാ സുന്നത്തുകളും കൃത്യമായി ജീവിതത്തിൽ ശ്രദ്ധിക്കാറുള്ള വലിയ മഹാനാണ്. ആ മഹാനായ അജല്ലു സരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വുദു എടുക്കുമ്പോ തഖ്ലീലുൽ അസ്വാബിയ, വിരലുകൾ ചിക്കകറ്റുക എന്നുള്ള, വിരലുകൾ തിക്കകറ്റുക എന്നുള്ള വലിയ മഹത്വമുള്ള സുന്നത്ത് മറന്നുപോവുകയാണ്. അതാ വുദുഇന് ശേഷം നിസ്കരിച്ച് മഹാനവറുകൾ ഒരു അശരീരി കേൾക്കുകയാണ്. അല്ലയോ അജല്ലു സരി എന്നവരെ, നിങ്ങൾ ജീവിതത്തിൽ എല്ലാ സുന്നത്തുകളും എടുക്കുന്ന ആളാണല്ലോ, എന്നിട്ട് എന്താണ് വുദുഇന്റെ ഇടയിൽ വിരലുകൾ തിക്കകറ്റുക എന്ന സുന്നത്ത് നിങ്ങൾ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട അജല്ലു സരി എന്നവര് മറുപടി പറയുന്നു, ഞാൻ അറിയാതെ മറന്നുകൊണ്ട് ഒഴിവാക്കിയതാണ്, മനഃപൂർവ്വം ആ സുന്നത്തിനെ മാറ്റിയതല്ല, അറിയാതെ ഒഴിവായി പോയതാണ്. ഇല്ല ഇല്ല, ഇനി എന്റെ ജീവിതത്തില് ഒരു സുന്നത്തും ഞാൻ ഉപേക്ഷിക്കില്ല. വുദുഇന്റെ എല്ലാ സുന്നത്തുകളും കൃത്യമായി എടുക്കുമെന്നുള്ള തീരുമാനം എടുക്കുന്നു. ബഹുമാനപ്പെട്ട അജല്ലു സരി എന്നവര്, ബഹുമാനപ്പെട്ട അജല്ലു സരി എന്നവര് പരലോകത്ത് ചെന്നപ്പോ അവിടുത്തെ അവസ്ഥകളെ പറ്റി അവിടുത്തെ ഒരു ശിഷ്യന് മഹാനവറുകളുടെ സ്വപ്നത്തിൽ മഹാനവറുകളെ കണ്ട സമയത്ത് ചോദിച്ചോ, അജല്ലു സരി എന്നവര്, ഉസ്താദവറുകളെ, നിങ്ങൾ ജീവിതത്തിൽ എല്ലാ സുന്നത്തും പാലിച്ചുകൊണ്ട് ജീവിച്ചവരല്ലേ, എന്നാല് നിങ്ങളെ ആഖിറത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പരലോകത്തിലെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഹബീബായ തങ്ങളോട് വല്ലാതെ മഹബത്തോടെ ജീവിച്ചവരല്ലേ, നിങ്ങളുടെ പരലോകത്തിലെ അവസ്ഥ എന്താണ്? ബഹുമാനപ്പെട്ട അജല്ലു സരി എന്നവര് പറയുന്നു, എല്ലാം ശരി തന്നെയാണ്, എന്നാൽ ഞാൻ എന്റെ ജീവിതത്തില് ഒരു തവണ വുദു എടുക്കുമ്പോ ഈ വിരലുകൾ ചിക്കകറ്റുക, വിരലുകൾ തിക്കകറ്റുക എന്നുള്ള സുന്നത്ത് ഞാൻ ഒഴിവാക്കിപ്പോ അത് കാരണം എന്റെ ഹബീബിനെ എങ്ങനെ കാണൂ, എന്റെ ഹബീബിനെ എങ്ങനെ ഞാൻ നോക്കും എന്ന ബേജാറിലാണ് എന്ന് അജല്ലു സരി തങ്ങൾ പറയുമ്പോ നമ്മുടെ ഈമാൻ എവിടെയാണ്? നമ്മുടെ വുദുഇന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ നല്ല അമലുകൾ ചെയ്ത് നമ്മളങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കിടക്കാനുള്ള ഖബറ് എപ്പോഴാണ് നമ്മുടെ മരണമെന്നറിയില്ല. എത്ര ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. അതിന് പ്രായത്തിന്റെ കണക്കില്ല. ചെറിയ പ്രായമുള്ളവര് എത്രയാണ് വലിയ അസുഖങ്ങൾ പിടിപെട്ടവര്. എത്രയോ ചെറിയ മക്കൾക്ക്, ചെറുപ്പക്കാർക്കാണ് ക്യാൻസറും ട്യൂമറും കിഡ്നി രോഗങ്ങളും ഉള്ളത്. മരണത്തിന് പ്രായത്തിന്റെ കണക്കില്ല. 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സുള്ളവരെ മരിക്കൂ എന്ന് പ്രായത്തിന്റെ കണക്കില്ല. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് മനുഷ്യര്. ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. എപ്പോൾ മരിക്കുമെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഈ ഉള്ള ആയുസ്സിൽ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണോ. നമുക്ക് അല്ലാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ് ഈ പ്രഭാത സമയത്തുള്ള ഈ ഒരു മജ്‌ലിസിൽ നമ്മൾ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിരിക്കാനുള്ള സൗഭാഗ്യം. അത് മുത്തായ തങ്ങളെ ഒരു ദിവസം പോലും ഒഴിവാവാതെ എല്ലാ പ്രഭാതത്തിലും ചൊല്ലിയ ദിക്റുകളാണ് നമ്മൾ ഈ മഹത്വമേറിയ മജ്‌ലിസിൽ ചൊല്ലുന്നത്. അല്ലാഹുവേ, ഇത്തരത്തിൽ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.